എനിക്കാണെങ്കിൽ കുറേ കാലത്തിന് ശേഷം വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ഇലക്ഷൻ സമയമായിരുന്നു ഇത്. കുറേ കോമഡി പീസുകളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും വിറ്റ് നമ്മുടെ മറ്റേ ആറാട്ടണ്ണനാണ്. തമിഴ്നാട്ടിലെ വിജയ് ജയിച്ചു, കേരളത്തിലെ വിജയ് തോറ്റു. ഓ വിജയൻ. ശോഭാസൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരി 9 തവണ മത്സരിച്ചു, 9 തവണ തോറ്റു. ഇത്തവണ 10ാം തവണയായിരുന്നു. ഇത്തവണ തോറ്റു. ഈ സംഗീത് ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക എന്തായിരുന്നു കേരളത്തിൽ ആരും കൃഷിയുടെ ഒരു വീഡിയോ 10 കൊല്ലം കഴിഞ്ഞ് CM ആണെന്ന് പറഞ്ഞൊരു വീഡിയോ. വിജയ് പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ട് ജയിച്ചത്. 2017 to 26 എത്ര വർഷം പ്ലാൻ ചെയ്തിട്ടാ പുള്ളി ഇവിടെ വരെ. അത് അടിപൊളി, വേറെ ലെവൽ സാധനം. സോ ഗൈസ്, വെൽക്കം ബാക്ക്. എപ്പിസോഡ് നമ്പർ 16 കട്ടൻ ചായ ഡബിൾ പോഡ്കാസ്റ്റിൻ്റെ ഇന്നത്തെ ലൈവ്. ഇന്ന് നമ്മൾ ലൈവ് സാധാരണ സാറുടെ വരാൻ പറ്റില്ല, കാര്യം കുറച്ച് മെഡിക്കൽ എമർജൻസി ആയതുകൊണ്ട് മാത്രമല്ലേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആ സമയത്ത് തന്നെ ചെയ്യാൻ നോക്കാറുണ്ട്. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻ്റ് ടൈമുണ്ട്. ബട്ട് ദെൻ യെസ്, കുറച്ച് സംഭവം വന്നുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ബീങ് സെഡ്, എപ്പിസോഡ് നമ്പർ 16 വി ആർ ഒഫീഷ്യലി ലൈവ്. നമ്മുടെ 2026 ഇലക്ഷൻ്റെ റിസൾട്ടും സംഭവങ്ങളും വന്നു. മെയ് 4 വന്നു. യുനോ തമിഴ്നാട്ടിൽ നമ്മുടെ വിജയ് അണ്ണൻ തൂത്തുവാരി, ആൾക്കാരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തൂത്തുവാരി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ 2024 ഇലക്ഷന് വന്നു. അപ്പോൾ 2024 ഇലക്ഷനിൽ നമുക്ക് സർപ്രൈസിങ് 26 ഇലക്ഷനിൽ നമുക്ക് സർപ്രൈസിങ് ആയിട്ട് തോന്നിയ കുറേ സംഭവങ്ങൾ. അപ്പോൾ അതാണ് ഈ ഒരു ടോപ്പിക്ക്. നമുക്ക് ബെൻസ് ബാൻ സ്റ്റാർട്ട് ചെയ്യും. ബെൻസ് ബാൻ എന്തൊക്കെയാണ് ബെൻസ് ബാക്ക് തോന്നിയിട്ടുള്ള ഒരു അടിപൊളി 3 ഐറ്റംസ് എന്തുവാ ഇലക്ഷനെ ഈ ഒരു ഇലക്ഷനിൽ നിനക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്? എനിക്ക് അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയൊന്നുമില്ല. നിന്നെ സർപ്രൈസ് ഒന്നും ചെയ്തില്ലേ? ഇല്ല, എനിക്ക് ആക്ച്വലി ഒരു UDF ഇപ്പം നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോഴത്തേക്കും ഇന്ന ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചേക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇവരെ മിക്കവാറും പൊട്ടുമായിരിക്കും എന്നൊരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഈ പിഷാരുടെ ഒക്കെ കേസ് പറഞ്ഞപ്പോൾ അയാൾ ജയിച്ചില്ലേ? അയാൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ ബസ്സിലൊക്കെ കയറി, ഐ മീൻ പുള്ളി പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ചെയ്യുന്നത് കണ്ടായിരുന്നു. അത് ബസ്സിൽ കയറൊക്കെ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പാലിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ സ്ത്രീകൾക്കാർക്കും ഇനി ടിക്കറ്റ് എടുക്കണ്ട, പുരുഷന്മാർ മാത്രം എടുത്താൽ മതി. അത് പുള്ളി ബസ്സിൽ കയറി ലൈവൊക്കെ ഇട്ടിട്ട് അത് പറഞ്ഞതുപോലെ സെറ്റ് ചെയ്തു. അതിനെന്തായിരുന്നു എൻ്റെ ലോജിക്ക്? എന്താ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കണ്ട, അവർക്ക് ഫ്രീ എല്ലാ സ്ത്രീകൾക്കോ? അത് നീ ഉദ്ദേശിച്ചത് പബ്ലിക് ബസ്സിലാണോ? ട്രാൻസ്പോർട്ടിൽ KSRTC ആരെ ചെയ്യുന്നത്? ആരാ പേ ചെയ്തെനിക്ക് ചിലപ്പോ ആണുങ്ങൾ ചിലപ്പോൾ കൂട്ടുമായിരിക്കും. ഇതിന്റെ കണക്കങ്ങനെ എനിക്ക് ഐഡിയ ഇല്ല. പക്ഷേ ഇനി ഗേൾസിനൊന്നും ഇല്ല. ഗവൺമെന്റ് പേ ചെയ്യും. കൺസെഷൻ അതാ പറയാ. എനിക്കൊന്നും ചിലപ്പോൾ ആണുങ്ങളുടെ ടിക്കറ്റ് ചിലപ്പോൾ റേറ്റ് ചിലപ്പോൾ കൂടുമായിരിക്കും. പെൺപിള്ളേർക്ക് ഫ്രീ ആക്കിയെന്ന് വെച്ചോ, പെൺപിള്ളേർക്ക് ഫ്രീ ആക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഫ്രീ ആക്കുമ്പോഴത്തേനും കേരളത്തിൽ താമസിക്കുന്ന ടാക്സ് പേഴ്സിന്റെ എല്ലാവരുടെയും ടാക്സ് കൂട്ടും. അപ്പോൾ ഓവറോൾ എല്ലാവരും പേ ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഹാപ്പിയാ. നിങ്ങൾ ഹാപ്പിയാണോ? പക്ഷെ അതെങ്ങനെ പാസ് ചെയ്യാൻ? എനിക്കും അത്രയും ഇല്ലെങ്കിൽ സ്റ്റുഡൻസിന് കൺസെഷൻ കൊടുക്കുന്നതാണ്. മറ്റേ നാട്ടില് KSRTC പോകുന്ന സ്റ്റുഡൻസിന് ഒരു കൺസെഷൻ കാർഡ് എന്ന് പറഞ്ഞ സാധനം സ്റ്റുഡൻസിന് മാത്രമല്ല. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞു അതുപോലത്തെ സെറ്റപ്പ് ആണോ ഇനി ഉദ്ദേശിക്കുന്നതെന്ന്. ഇതങ്ങനെ അതൊന്നും വേണ്ടെന്നാ പറഞ്ഞു. ഇത് കൺസെഷൻ പോലെ കാർഡൊന്നും കാണിക്കണ്ട. ഐ മീൻ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക്. അല്ല, എനിക്ക് ആ പുള്ളി നിന്ന മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ, എല്ലായിടത്തും ഇല്ലല്ലോ. എല്ലായിടത്തും ഭയങ്കര ഷോക്കായിപ്പോയല്ലോ. അത് കുറച്ച് കേരളത്തിൽ മൊത്തം ഉണ്ടല്ലോ, മണ്ഡലത്തിൽ മാത്രമല്ലോ. അപ്പൊ എല്ലാവർക്കും ഫ്രീ എടുത്തു കഴിഞ്ഞാൽ KSRTC എങ്ങനെ ഓടും? റേറ്റ് കൂട്ടും. ഫണ്ടിങ് അവിടെ വരുന്ന അറിയത്തില്ല. അപ്പൊ വേറെ അതൊന്ന് രണ്ടാം സംഭവം എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്? വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെച്ചാൽ പിന്നെ ഒരു VD സതീശന്റെ കേസ്. അയാൾ ഇച്ചിരി ബോധമുള്ള മനുഷ്യനാണ്. എനിക്ക് 2-3 വീഡിയോസ് കണ്ടപ്പോൾ തോന്നി. VD സതീശൻ ഈ അടുത്ത CM ആകാൻ പോകുന്ന ചാൻസ് ഉള്ള ആൾ ആകുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പുള്ളി കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ ബീച്ചിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയണ്ടായി. കേരളത്തിൻ്റെ ബീച്ചിൽ ഇത്രയും നമുക്ക് ലെങ്ത് ബീച്ചുണ്ട്, അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന സെറ്റപ്പ് ഇവിടെ ഒക്കെ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു പ്ലാൻ. അത് കൊള്ളാം. പുള്ളി അവർ UDF ജയിച്ച സ്ഥിതിക്ക് ചിലപ്പോൾ പുള്ളി ഇതൊക്കെ കൊണ്ടുവരുമായിരിക്കും. പിന്നെ രാഷ്ട്രീയക്കാരനല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കൊണ്ടുവരട്ടെ പുള്ളി. അത്രയ്ക്കൊക്കെ ഉള്ളു. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ലടാ. എനിക്കാണെങ്കിൽ കുറേ കാലത്തിന് ശേഷം വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ഇലക്ഷൻ സമയമായിരുന്നു ഇത്. കുറേ കോമഡി പീസുകളൊക്കെ ഉണ്ടായിരുന്നു. ചിരിക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇലക്ഷൻ മുമ്പ് നമ്മുടെ അഖിൽ മാരാറും മറ്റേ പുള്ളി ഉണ്ടായിരുന്നല്ലോ, ഡോക്ടർ റോബിൻ, പിന്നെ മറ്റേ അഞ്ജലി നായർ, അവരൊക്കെ നല്ല രസമായിരുന്നു. ജയിക്കത്തിലെന്ന് ഉറപ്പായിരുന്നു. ആ പെണ്ണ് താമര ചക്ക ഇതൊന്നും അല്ല കേട്ടോ. ഏറ്റവും വിറ്റ് നമ്മുടെ മറ്റേ ആറാട്ടണ്ണനാ. ഇലക്ഷന്റെ അന്നത്തെ ദിവസം പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫീഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ എന്റെ മോനെ ചിരിച്ച് നമ്മുടെ ഉപ്പാട് വരും. പുള്ളി ഒരു ചെയ്തിട്ടുണ്ട്, നാളെ കക്കൂസി വിരിയെന്ന് പറഞ്ഞിട്ട്. അല്ല, വിരിഞ്ഞത് പുള്ളി പറഞ്ഞ 3 കക്കൂസി പിണറായി വിജയൻ പിണ്ണാക്ക് വിജയരായെന്നൊക്കെ. അതെ, പുള്ളി പറഞ്ഞ തമിഴ്നാട്ടിലെ വിജയ് ജയിച്ചു, കേരളത്തിലെ വിജയ് തോറ്റു. ഓ വിജയൻ.
ഫൺ പാട്ടെന്ന് വെച്ചാൽ മറ്റേ ശോഭാസൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരി 9 തവണ മത്സരിച്ചു, 9 തവണ തോറ്റു. ഇത്തവണ 10ാം തവണയായിരുന്നു, ഇത്തവണയും തോറ്റു. തോറ്റല്ലേ? 10 തവണ കംപ്ലീറ്റ് മത്സരിച്ചു തോറ്റു എല്ലാ ഇയറും. സ്വാഭാവികം. പുള്ളിക്കാരിയെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, പുള്ളിക്കാരി ആണെങ്കിൽ ഒരു ബോധമില്ല, ഒരു തീരെ ബോധമില്ലാത്തൊരു സാധനം പുള്ളിക്കാരി, ഒരു വിഷമാണ് പുള്ളിക്കാരി. പുള്ളിക്കാരി എങ്ങും ജയിക്കത്തില്ല, ജയിക്കാനും പാടില്ല. നിങ്ങളുടെ അവിടെ ആരെ ചോദിച്ചു? ഞാൻ പാലായിൽ UDF ആയിരുന്നു. അയ്യോ, ഇവിടെ UDF. ജസ്റ്റ് ചെറിയൊരു കോണ്ടെക്സ്റ്റ് പറയാനായിട്ട് ക്യാമറ കൊണ്ട് നോക്കുവാണെങ്കിൽ ഈ സംഗീത് ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. എന്തായിരുന്നു കേരളത്തിൽ ആരും ഇല്ല, ഞാൻ ജസ്റ്റ് മെയിൻ ഡീറ്റെയിൽസ് ആ കാണാതെ പിടിച്ച നമ്പർ എന്ന് പറഞ്ഞു 102-35 സീറ്റ് ലഭ്യമായിരിക്കുന്നു. ഇല്ല. അപ്പം അതൊരു സംഭവം. പിന്നെ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ വെച്ച് ഓക്കെ ഒബ്വിയസ്ലി അത് ഒബ്വിയസ് ആണ്, എന്നാലും സോഷ്യൽ മീഡിയ വെച്ച് ക്യാമ്പയിൻ ചെയ്ത് തന്നെ ജയിക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തൊരു ഇലക്ഷനാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേര് സോഷ്യൽ മീഡിയ ത്രൂ ഓഡിയൻസ്, വിജയുടെ ആണെങ്കിലും വിജയുടെ ആ ഒരു ക്രൗഡും സംഭവങ്ങളും ആ ചെയ്യുന്നതിൻ്റെ ആ ഒരു മാർക്കറ്റിംഗ് ചെയ്തതിൻ്റെ സോഷ്യൽ മീഡിയ വേറെ ലെവലായിരുന്നു. എല്ലാവരും അവിടെ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ ഇച്ചിരി ജയിച്ചെന്ന് പറഞ്ഞ പുള്ളി ഏതായിരുന്നു? വീഡിയോ സതീശന് അല്ല, മറ്റേ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുത്തെന്ന് പറഞ്ഞു. പുള്ളിയുടെ ക്യാമ്പയിൻ അടിപൊളിയായിരുന്നു. ക്യാമ്പയിനിങ് നല്ലതായിരുന്നു സംഭവങ്ങൾ, പരിപാടികൾ. പക്ഷെ ഇതുപോലത്തെ ഫ്രീ സംഭവങ്ങളുടെ ഒക്കെ എനിക്കറിയത്തില്ല എങ്ങനെയാണ് പുള്ളിയുടെ. എനിക്കൊന്നൊരു കോൺസെപ്റ്റ് തന്നെ അതായിരുന്നു. അതൊരു ഒരു കാം ആൻഡ് പേഷ്യൻ്റ് മാൻ, എന്തോ വലിയ പർപ്പസ് ഉള്ളൊരു. സോ ആ ഒരു സാധനമാണ് പുള്ളി ചെയ്തത്. എനിക്ക് തോന്നുന്നു അത് നല്ല രീതിയിൽ പുള്ളി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതിന് പുള്ളി വരുന്ന വർഷങ്ങളിൽ കണ്ടറിയാൻ പറ്റും അത് എത്ര നാണക്കേടാണ് സംഭവങ്ങൾ വരാൻ പോകുന്നത്. ഐ മീൻ ലഗസി കൂട്ടോ കുറയോ. ഇതിപ്പോൾ ഇപ്പം നമ്മൾ ഇതിന് മുന്നേ LDF ജയിച്ചപ്പോഴാണെങ്കിലും അവരുടെ ടാഗ്ലൈൻ എന്ന് പറഞ്ഞാൽ LDF വരും എല്ലാം ശരിയാവുന്നതായിരുന്നു. അപ്പോൾ ആൾക്കാർ ആ ഒരു നമ്മുടെ UDF നിന്ന് LDF ഒരു സ്വിച്ച് വന്നപ്പോഴത്തേക്കും ഈ സെയിം ഇത് തന്നെയായിരുന്നു അന്നേരം. എല്ലാവരും ഭയങ്കര സന്തോഷിച്ച് എന്നൊക്കെ പറഞ്ഞത് കഴിഞ്ഞ് 10 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും മതിയായി, എല്ലാവരും എടുത്തു. അല്ല, പക്ഷെ എന്താ LDFന്റെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു നാട്ടില്? എനിക്ക് കറപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ എനിക്ക് തോന്നുന്നു പിണറായി വിജയനോടുള്ള ഒരു ഇതായിരുന്നു, ഒരു ഹേറ്റഡ് ആയിരുന്നു. കാരണം പുള്ളിയുടെ കുറെ വീഡിയോസ് ഇപ്പൊ നമ്മൾ കണ്ടു, അതായത് കടക്കോർത്ത് അങ്ങനെ കുറെ. അത് മാത്രമല്ല, പുള്ളി ബഡ്ജറ്റ് ഇട്ടതിലൊക്കെ കണ്ടിട്ടുണ്ടാ. പുള്ളി ഇപ്പൊ ഒരു ലിഫ്റ്റ് പണിഞ്ഞു, എലിവേറ്റർ പണിഞ്ഞു. എലിവേറ്ററിന് ഇത്ര 17 ലക്ഷം രൂപ, പക്ഷെ ഒരു നിലയുള്ളായിരുന്നു. പക്ഷെ അതാണെങ്കിൽ അതിപ്പം പറഞ്ഞൊരു എക്സാമ്പിൾ. പക്ഷെ അതുപോലത്തെ കുറെ കാര്യങ്ങൾ കുറെ ഉണ്ട്. ഇത് കുറച്ചൊന്നുമല്ല പുള്ളി കയറ്റുമായിരുന്നു. അല്ലത് അയ്യോ, ഐ മീൻ കുറച്ചൊന്നുമല്ല ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ. ശബരിമലയിലെ കുറെ സ്വർണ്ണം കെട്ടുന്നു. ഈവൻ പുള്ളിയുടെ മണ്ഡലത്തിൽ തന്നെ പുള്ളിക്ക് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് 50,000 വോട്ടിന്റെ മാർജിനായിരുന്നു. അതിപ്രാവശ്യം 19,000 വോട്ടായി. സോ അപ്പോൾ മാർജിൻ കുറവെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ മണ്ഡലം അവിടെ ഉള്ളവർക്ക് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പുള്ളി ഇഷ്ടപ്പെടുന്നില്ല. ഈ LDFന്റെ മെയിൻ ഇതാണ് കണ്ണൂർ. ഈവൻ കണ്ണൂരാണെങ്കിൽ പോലും ഭയങ്കര ശോകമായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ നമ്മളെന്തോ ഒരു വലിയ സ്വിച്ചാണ് ഇപ്പോൾ ഇപ്രാവശ്യം കണ്ടത്. അതും 103 സീറ്റ്. കഴിഞ്ഞ ഇലക്ഷനിൽ 40-45 എന്തായിരുന്നു UDF. അതിൽ നിന്ന് 100. ആ ഒരു പർട്ടിക്കുലർ സംഭവത്തെ കുറിച്ച് എന്താ തോന്നുന്നത്? ഏതാണോ വിജയുടെ ആ ഒരു മൂവിയില് തമിഴ്നാട് 07 CM അതുള്ള അതാ നീ പറഞ്ഞ നമ്പർ പ്ലേറ്റ് അല്ലേ പുള്ളി വണ്ടി എടുത്തോണ്ട് പോകുമ്പോ CM 2026 എഴുതിയിട്ടുണ്ടായിരുന്നു അതില്. 24 ഇറങ്ങിയ മൂവിലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 23 ഷൂട്ട് ചെയ്തായിരിക്കണം. സിമിലർലി ആ സിനിമയിലുള്ള ഹീറോയിൻ എന്താ പൂജ ഹെഗ്ഡെ, പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഹൂ വിൻസ് ദ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിജയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു വീഡിയോ. അത് വന്നത്തെ വീഡിയോ. അപ്പൊ പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട് സ്റ്റോറി, ഐ പ്രഡിക്റ്റഡ് ഇറ്റ് ഏർലി എന്ന് പറഞ്ഞിട്ട്. അതിനൊക്കെ മുന്നേ ഉള്ള പ്രഡിക്ഷനാണ് തൃശ്ശയുടെ ഒരു വീഡിയോ, 10 കൊല്ലം കഴിഞ്ഞ് CM ആണെന്ന് പറഞ്ഞൊരു വീഡിയോ. വിജയ് പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ട് ജയിച്ചത്. കേരള ഇലക്ഷൻ അല്ല, എന്നാലും സംഭവം എന്ന് വെച്ചാൽ അതെനിക്ക് തോന്നുന്നത് അതിന്റെ പോൾസും സംഭവവും ഭയങ്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് നമ്മൾ തന്നെ സംസാരിച്ചിരുന്നു. വിജയ് ജയിക്കുമെന്ന് പോൾസും സംഭവവും ഇല്ലായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആദ്യം പറഞ്ഞ് മേ ബി ജസ്റ്റ് എന്താ പറയുക വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വന്നൊരു ഇതുപോലെ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മേ ബി ഒരു എന്താ പറയുക ഒരു കുഴപ്പമില്ലാത്ത പ്ലെയർ എന്നുള്ള സംഭവം അതുവരെ എത്തിയുണ്ടായിരുന്നുള്ളൂ. 90 സീറ്റ്സ് വരെ പ്രഡിക്ഷൻ വന്നു. പക്ഷേ ഇത് 108 പുള്ളി ജയിച്ചു. 19 ഉണ്ടായിരുന്നെങ്കിൽ 118 മെജോറിറ്റി കിട്ടിയാണ്. അത്രയും ഒരു വലിയ സംഭവമായി പോയി വിജയ് തൂത്തുവാരി. പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ അത് പുള്ളി 2017 വരെ പുള്ളിക്ക് ഒരു പ്ലാനിംഗ് ഇല്ല. 2017 എന്തോ ഒരു കൊച്ചു ആത്മഹത്യന്റെ എന്തോ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി മൊത്തത്തിൽ അത് കഴിഞ്ഞ് ചാരിറ്റിയിലോട്ട് ഇറങ്ങി. മറ്റേ ഇതുപോലെ പിള്ളേർക്ക് എഡ്യൂക്കേഷന് വേണ്ടി പുള്ളി ചെയ്യാൻ തുടങ്ങി. പുള്ളി എന്നിട്ട് പുള്ളി ഇതുപോലെ ഒരു പാർട്ടി രൂപീകരിച്ച എന്ത് റിയാക്ഷൻ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ഓരോരോ മണ്ഡലങ്ങളിൽ ഇതുപോലെ ആൾക്കാരെ നിർത്തി. പക്ഷെ അത് ഭയങ്കര എനിക്ക് തോന്നുന്നു ആദ്യം സോഷ്യൽ മീഡിയ ത്രൂ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ എലക്ഷൻ വഴി കുറേ പേര് ജയിച്ചു. സോ അപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി വലിയൊരു ബാക്കപ്പ് ഉണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ് മറ്റേ 10 ലക്ഷം പേരോ 8 ലക്ഷം പേരോ വന്ന ആ ഒരു
ക്യാമ്പയിൻ. അതിന് മുമ്പ് സൈക്കിളിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിൽ വേറെ ലെവൽ, അതൊരു അടിപൊളിയാണ്. അത് കേട്ടപ്പോൾ തന്നെ പുള്ളിക്ക് ഒരു ഇത് വന്ന് കാണണം. അത് കഴിഞ്ഞപ്പോഴാ പിന്നെ അതൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു, പുള്ളിയുടെ ടെസ്റ്റിന്റെ ഭാഗമായിരുന്നു. പ്ലാൻ ആയിരുന്നല്ലോ, എല്ലാം പ്ലാൻഡ്. എത്ര വർഷത്തെ 2017 to 26 എത്ര വർഷത്തെ പ്ലാൻ ചെയ്തിട്ടാ പുള്ളി ഇവിടെ വരെ. അത് അടിപൊളി, വേറെ ലെവൽ സാധനം. പക്ഷേ ഈ ഇലക്ഷൻ ജയിച്ചിട്ട് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരാൾ ആരാ ഉള്ളത് നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സ് നോക്കുവാണെങ്കിൽ? മോദിജി. മോദി ഇന്ത്യയെ നേരെ താഴെ എത്തിച്ചിട്ടുണ്ട്. പുള്ളി എത്ര വർഷമായി ഇപ്പോ PM ആയിട്ട്? 14 2014 കയറിയതാ. 12 വർഷം. മോദിജി പറയാൻ പറ്റും. വേറെ ആരാ ലോകത്തിലുള്ളത്? പണ്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി. പുള്ളി ഉണ്ടാക്കിയത് ഓളമൊന്നും എനിക്കറിഞ്ഞോ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവൻ പുള്ളിയുടെ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് തന്നെ പാർട്ടി പോലും നോക്കാതെ ആൾക്കാർ ക്യാമ്പയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ മീൻ പുള്ളി വേറെ പാർട്ടിയിലുള്ളവർ കൂടി എന്താ പുള്ളിക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരുന്നപ്പോ പുള്ളി ഫുള്ള് സരിത പുള്ളി സംഭവങ്ങൾ കാരണം പുള്ളിയുടെ ലെഗസി അങ്ങനെയായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് വേറെ എന്ത് ചെയ്യാൻ പറ്റും, മീഡിയ ആണ് കൺട്രോൾ ചെയ്യുന്നത്. വേറൊരു പോർഷൻ പറഞ്ഞാലും മീഡിയ വന്നേ പറയാൻ പറ്റും. നമുക്ക് എനിക്കറിയില്ല അന്നേരം സോഷ്യൽ മീഡിയ എന്തുമാത്രം സെറ്റപ്പ് ആയിരുന്നു ഈ ന്യൂസ് ഇറങ്ങിയ സമയത്ത്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ ആർക്ക് വേണം എന്തോ പറയാം, എന്നതല്ലല്ലോ, അത് ന്യൂസ് ചാനൽ പറയുന്ന എല്ലാവരും കേൾക്കുന്നു. അതേ ഉള്ളൂ. അതെ, അല്ല അന്ന് ശരിക്കും UDF ആയിരുന്നു ജയിക്കാനിരുന്നത്. അവരുടെ ആയിരുന്നു പ്രൊഡിക്ഷൻസ് മേളിൽ. അത് ലാസ്റ്റ് മിനിറ്റ് എങ്ങോട്ട് സെറ്റപ്പ് വരുന്നത് താഴെ പോകുന്നത് അറിഞ്ഞുകൊണ്ട് വന്നയാന്നൊക്കെ ഒരു കളിച്ച കളി. പിന്നെ ആയിരിക്കണമല്ലോ ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി അത് അത്രയും പ്രായമുള്ള മനുഷ്യൻ വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷെ അതിനിപ്പോഴും ആളുകൾ പുള്ളിയെ പറ്റി ഭയങ്കര ഒരു ഇതായിട്ട് പറയുന്നു, ഭയങ്കര അടിപൊളിയായിട്ട് പറയുന്നു. ഇതെല്ലാം അന്നേരം പറഞ്ഞിട്ട് പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ പറയുന്നത് അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊന്നും. നല്ല മനുഷ്യനായിരുന്നു പുള്ളി ജീവിച്ചിരുന്നപ്പോൾ ആ റെസ്പെക്ട് കൊടുത്തിട്ടില്ലാണ്ട് പുള്ളി മരിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ അപ്പം പിന്നെ വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മീഡിയാസ് ഇപ്പോൾ US ലാസ്റ്റ് ഇലക്ഷൻ കൺട്രോൾ ചെയ്ത ഇൻഡിപെൻഡൻറ്റ് മീഡിയാസ് പോഡ്കാസ്റ്റ് സംഭവങ്ങൾ. കേരളത്തിൽ ഈ ഇലക്ഷൻ അങ്ങനെ അല്ലായിരുന്നു. അതായത് ഈ ഇലക്ഷനിൽ പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, ബട്ട് ദെൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ US ലെവലല്ലായിരുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ US ഇലക്ഷൻ മേ ബി പോഡ്കാസ്റ്റ് ഉണ്ടായിരിക്കും, മേ ബി ട്രംപ് ജയിച്ചത്. ജോ റോഗനിൽ ഒരു ദിവസം കൊണ്ട് 30 മില്യൺ കടന്ന് വ്യൂസ് സംഭവങ്ങൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റിലെ ചാഞ്ചാട്ടം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്രാവശ്യം എനിക്ക് പിണറായി വിജയൻ ഒരു പോഡ്കാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ ഈ ട്രാവൽ ചെയ്യുന്നൊരു പുള്ളിയില് കുറെ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ VD സതീശൻ കുറച്ചാൾ മുന്നേ വേറൊരു പുള്ളിയുടെ പോഡ്കാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു, ഒരു കണ്ണാടി വെച്ചൊരു പുള്ളി, പേര് ഞാൻ മറന്നുപോയി. ആ പോഡ്കാസ്റ്റിൽ പുള്ളി പ്ലാനിന്റെ കാര്യങ്ങൾ പറയുന്നത് അത് തന്നെ. പക്ഷേ എനിക്കൊന്ന് ഇലക്ഷൻ ആണെങ്കിലും ഇപ്പൊ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേനും മിക്കവാറും ഇൻഡിപെൻഡന്റ് മീഡിയാസ് അടുത്ത ഇലക്ഷൻ എന്നാ വരുന്നത്? ഇനിയിപ്പോ 28 5 വർഷമോ 4 വർഷമോ? ഓക്കെ, 5 വർഷത്തിലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയം 100% എന്തായാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇതായിരിക്കും കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. മീഡിയ ഇല്ലെങ്കിൽ മീഡിയ അതനുസരിച്ച് ഇവോൾവ് ആവണം. ഇനിയോ കേരളത്തിലെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മീഡിയ നോക്കണം, ഓക്കെ ഇങ്ങനെയാണ് ട്രെൻഡ് വരുന്നത്, സോ മേ ബി നമ്മളും അതിനൊപ്പം ഇവോൾവ് ആയിട്ട് നമ്മളും ഇങ്ങനെ എന്തെങ്കിലും സംഭവം കൊണ്ടുവന്നില്ലെങ്കിൽ മീഡിയയുടെ റിലവൻസ് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം അതാണ് എനിക്കിതിൽ തോന്നിയത്. അതിൻ്റെ അത്രേ ഉള്ളൂ ഈ ഒരു സംഭവത്തിൽ. വേറെ ഇലക്ഷൻ്റെ തോട്ട്സും സംഭവമൊന്നുമില്ല. വേറെ ഒരു സംഭവം ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വിജയണ്ണൻ പുള്ളി പറഞ്ഞ ഒരു സംഭവമാണ് ഇത്രയും സംഭവങ്ങൾ. 2500 രൂപ മന്ത്ലി എല്ലാ പെണ്ണുങ്ങൾക്കും 60 വയസ്സിൽ താഴെയുള്ളവർക്ക് 6 ഫ്രീ സിലിണ്ടർ LPG സിലിണ്ടർ പെർ ഇയർ, ഫ്രീ ബസ് ട്രാവൽ ഫോർ വുമൺ, ഗോൾഡ് ആൻഡ് സിൽക്ക് സാരീസ് ഫോർ ബ്രൈഡ്സ്, പ്യുവർ ബ്രൈഡ്സ്, എഡ്യൂക്കേഷൻ അസിസ്റ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു റീസണാണ് പുള്ളി ജയിച്ചതിൻ്റെ. ഇത് മറ്റേ ജയലളിത പറയുന്ന ചെയ്തോലുണ്ടല്ലോ, പുള്ളിക്കാരി ഇങ്ങനെ തന്നെയായിരുന്നു. പുള്ളിക്കാരത്തി ഇത്രയും ചെയ്തിട്ടില്ല. ഫോൺ കൊടുക്കും. പുള്ളിക്കാരത്തി അത് ചെയ്തിട്ട് പോലും ഇത്രയും ചെയ്യാൻ പറ്റിയിട്ടില്ല. പുള്ളി പറഞ്ഞേക്കണ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, LPG 6 പെർ ഇയർ, 2500 പെർ മന്ത്, 60 വയസ്സിന്റെ ബിലോ 60 എന്നാണല്ലോ എടുത്തേക്കണേ. ഉള്ളവർക്ക് ഓൾറെഡി പെൻഷൻ ഉണ്ടല്ലോ. ഓക്കെ, ബിലോ 60 എന്ന് വെച്ചാൽ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് അതാണ് ഒരു സംഭവം. ഞാൻ കാശ് അതേ ഞാൻ ഓർക്കുന്നത്. അതിന് പുള്ളി പറയുന്നുണ്ട്, എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എനിക്ക് ഗവൺമെന്റിന്റെ അതൊന്നും 5 പൈസ തുറണ്ട ആവശ്യമില്ല. പക്ഷെ പുള്ളി എത്ര ആള് കൊടുക്കുന്നത്? പുള്ളി എന്തെങ്കിലുമൊക്കെ റൺ ഔട്ട്. അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ 1-2 തവണ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ എത്ര എങ്ങനെ ചെയ്യും? അത്രയും ആൾക്കാരുടെ കൺട്രി വിചാരിച്ച എത്ര ബില്യനെയറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എങ്ങനെ ഓടിക്കും ഇത്രയും പോപ്പുലേഷനുള്ള ഒരു കൺട്രിയിൽ? ശരിയാണ്. പക്ഷേ ആ വീഡിയോയുടെ ഒക്കെ റിയാക്ഷൻ നോക്കണം. പുള്ളി ആ പറഞ്ഞതിൽ എനിക്ക് പുള്ളി അത് പുള്ളി പറയുന്ന രീതി അത് പുള്ളിയാണ്, എനിക്ക് ഗവൺമെന്റിന് 5 പൈസ തുറണ്ട ആവശ്യമില്ല. അതൊക്കെ ചുമ്മാ പുള്ളിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നും പറഞ്ഞു പുള്ളിയുടെ ശമ്പളം കൊണ്ട് ഒരു നാട് മൊത്തം. ഇതിപ്പോ എനിക്കൊന്ന് അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇത് തന്നെയാണല്ലോ പറയുന്നത്. അത് കഴിഞ്ഞാൽ അവസാനം വരുമ്പോഴത്തേക്കും നമ്മുടെ ടാക്സ് പെയർ മണി തന്നെ എടുക്കുന്നത്. എന്നിട്ട് എടുത്തോട്ടെ, ചെയ്താൽ മതി, എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, പറയുന്നൊക്കെ ചെയ്താൽ. ഈവൻ നമ്മുടെ മംദാനിയുടെ കേസ് പോലെ പുള്ളി പറഞ്ഞപ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യുന്നതായിരുന്നു. അവസാനം വന്നപ്പോഴത്തേക്കും ടാക്സ് പെയറിനകത്തുനിന്ന് കാശ് പോകുന്നു. ഫ്രീ അല്ല, ഒന്നും ഫ്രീ അല്ല. ടാക്സ് പെയർ ടാക്സ് കൊടുക്കുന്നതിനാണല്ലോ.
പക്ഷെ എനിക്ക് എൻ്റെ പക്ഷെ അപ്പൊ പറയുമ്പോ ഫ്രീ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ എന്തൊരു എനിക്കൊരു കേരളത്തിന്റെ 4 ആൾക്കാരുണ്ട് അവിടെ. പക്ഷെ ഇത്തരം പേർക്കൊക്കെ കാശ് കൊടുക്കണമെങ്കിൽ എനിക്കറിയത്തില്ല. അത് 2500 അറിയാം. എല്ലാ മാസം ഒരു 2 കൊല്ലം കഴിയുമ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫ്രീ വെച്ച് സംഭവം ജയിക്കുന്ന ഇപ്പോൾ നമ്മുടെ ഫ്രീ വെച്ചിട്ട് ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളാണെങ്കിൽ ഫ്രീ 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 പറയുമ്പോഴത്തേനും ആൾക്കാർ ഫ്രീ വാങ്ങാനായിട്ട് വരും. പക്ഷേ ഫ്രീ വെച്ച് ഓടിക്കാൻ പറ്റണ്ടേ, അതാണ് ശരിയാണ്. ഫ്രീ വെച്ചിട്ട് ഇത് ഒബിയസ്ലി അത് ഫ്രീ വെച്ചിട്ട് ജയിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഫ്രീ വെച്ചിട്ട് അവരെങ്ങനെ അത് ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പുള്ളി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് പുള്ളി എന്താലോചിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്, വിജയണ്ണൻ ഇത്രയൊക്കെ കൊടുക്കാൻ, ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ, ഇത് പുള്ളി ഒരു സെൻസും ഇല്ലാത്ത കാര്യമാണല്ലോ ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു റീസണാന്ന് തോന്നുന്നു പുള്ളി ഇത്രയും നല്ലൊരു മാർജിനിൽ ജയിച്ചത്. കാര്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ കണ്ടറിയാന്നേ പറയാൻ പറ്റുള്ളൂ പുള്ളി എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അതെ, വെയിറ്റ് ചെയ്യാം. ഉണ്ടെന്നാ തോന്നുന്നേ, ചുമ്മാ വലിപ്പിക്കും. ഇല്ല, ഈവൻ പുള്ളിയുടെ ആണല്ലോ അതെ, പുള്ളിയും ഒരു കാം ആൻഡ് പേഷ്യൻ മാൻ, എന്തോ വലിയ പർപ്പസ് ഉള്ള ആ ഒരു സെറ്റപ്പിലാണ് പുള്ളിയും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല, നോക്കാം. ഈവൻ കേരളത്തിലാണല്ലോ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് UDF-ൻ്റെ അടുത്ത ഭരണം കാണാനായിട്ട്. 10 കൊല്ലം വളരെ ശോകമായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ അടുത്തുള്ളത് എക്സൈറ്റഡ് ആണ്. സോ ദാറ്റ് ബീങ് സെഡ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മളോട് റാപ്പപ്പ് ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പിക്കുകൾ. എന്തെങ്കിലും സജഷനും തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറഞ്ഞ് അറിയിക്കുക. എന്നിട്ട് എഗ്രിമെൻറ്റ് ഡിസഗ്രിമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഡു ലെറ്റ് us know. ആൻഡ് ദാറ്റ് ബീങ് സെഡ് ഓൾസോ എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. സോ ടേക്ക് കെയർ. ഒഫീഷ്യലി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ബൈ. ടേക്ക് കെയർ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ടേക്ക് കെയർ ഗൈസ്. ബൈ.